വീണ്ടും വെണ്ണ ഉരുക്കാൻ പോവാണ്. ഇത് വെണ്ണ ഉരുളിക്ക് ഇട്ടതിന് ശേഷം 2-3 മണിക്കൂർ ഇതിന് പകരമാണ് നിങ്ങളുടെ ഈ മെഷീൻ. 40 ലിറ്റർ വരെ കപ്പാസിറ്റി ഉണ്ട്. കറങ്ങി വരുമ്പോ വെണ്ണയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അത് മുകളിലായിട്ട് എടുക്കുക. മോരായിട്ടുള്ളത് പൈപ്പിലൂടെ എടുക്കുകയാണ്. ഇത് ഇങ്ങനെ കാണുന്ന സമയത്ത് ചിലർക്കൊക്കെ ഇത് പഠിക്കണം, ഇത് ചെയ്യണം, സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുന്നതൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? ഒരു ദിവസം എത്ര വരെ നിങ്ങൾ പാല് കളക്ട് ചെയ്യുന്നുണ്ട്? 100 ലിറ്റർ മുതൽ 200 ലിറ്റർ വരെ നേരിട്ടിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് അല്ലെ? F0 എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മേലാറ്റൂരിന്റെ അടുത്തായിട്ട് AP കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പു ഫാം ഫ്രഷിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾ കാണുന്നത് വെണ്ണയാണ്. പാല് കൊണ്ടുവന്നിട്ട് അതിനെ തിളപ്പിച്ചെടുത്തിട്ട് വെണ്ണയാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വെണ്ണയെ ഇനി പ്രോസസ്സ് ചെയ്തിട്ട് നെയ്യാക്കി എടുക്കുന്ന ഒരു യൂണിറ്റിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് രീതി നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക്. അപ്പു ഫാം പ്രൊഡക്റ്റിന്റെ ഓണർ ഷഹലിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. നിങ്ങൾ ഈ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പൊ 2 വർഷമായി. ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇത് ആദ്യം ഫാം ഉണ്ടായിരുന്നു. അപ്പൊ പാലാണ് കൊടുത്തിരുന്നത്. അപ്പൊ അതിന് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. അത് പാല് മാത്രം വിറ്റോണ്ടിരുന്നത്? പാല് മാത്രമാണ് കൊടുത്തത്. അതിനേക്കാളും നല്ലത് പ്രൊഡക്റ്റ് ആണെന്ന് തോന്നി. ബൈ പ്രോഡക്ട്സിലേക്ക് വരുന്നതാണ്. എന്തൊക്കെ പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ? നെയ്യ്, മോര്, തൈര്, യോഗട്ട്, ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്? നമ്മളിപ്പോ ഇന്ന് കാണാൻ പോകുന്നത് നെയ്യാണ് അല്ലെ? അപ്പൊ ആ ഒരു കാഴ്ചയിൽ നമുക്ക് കടക്കാം. ഇതുപോലെ വീടുകളിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, പാല് എടുക്കുന്നത് അല്ലെ? ഓക്കെ. ഒരു ദിവസം എത്ര വരെ നിങ്ങൾ പാല് കളക്ട് ചെയ്യുന്നുണ്ട്? 100 ലിറ്റർ മുതൽ 200 ലിറ്റർ വരെ നേരിട്ടിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് അല്ലെ? നേരിട്ടിട്ട്. പിന്നെ നമ്മൾ പാല് നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉരുളിയിൽ വെച്ച് കാച്ചിയെടുക്കും. തിളച്ച് പൊങ്ങണം. പാല് കാച്ചി മാറ്റി വെച്ചതിന് ശേഷം ഒഴിച്ചു വെക്കും. തലേ ദിവസത്തെ മോര് ഒഴിച്ചിട്ട് വെക്കും. പിറ്റേ ദിവസം രാവിലെ ഇത് തൈരായി വരും. തൈരായതിന് ശേഷം നമ്മൾ അതിനെ കടഞ്ഞെടുക്കും. അപ്പൊ വെണ്ണ വേറെയും മോര് വേറെയാവും. ഇത് സാധാരണ രീതിയിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇത് കടഞ്ഞെടുക്കുന്ന കൈകൊണ്ട് മന്ദങ്കോല് എന്ന് പറയും ഇവിടെ. മന്ദങ്കോല് വെച്ചിട്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. എന്റെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ പ്രായമുള്ളവരൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന് പകരമാണ് നിങ്ങളുടെ ഈ മെഷീൻ. അപ്പൊ 40 ലിറ്റർ വരെ കപ്പാസിറ്റി ഉണ്ട്. 40 ലിറ്റർ വരെ ഒരു സമയത്ത് നമുക്ക് കടഞ്ഞെടുക്കാൻ പറ്റും ഈ മെഷീനിൽ വെച്ചിട്ട്. അപ്പൊ ഇതിന് എത്ര സമയം എടുക്കും? ഇതിന് 1 മണിക്കൂർ. 1 മണിക്കൂർ കൊണ്ട് എത്ര ലിറ്റർ? 40 ലിറ്റർ. 40 ലിറ്റർ. ഇതിൽ ഐസ് കൂട്ടിയിട്ടാണ് നമ്മള് കടയുക. അപ്പോഴാ വെണ്ണ പൊങ്ങി വരുള്ളൂ. ഐസ് ചേർത്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ് വരുന്നത്? വെണ്ണ ലൂസായിട്ട് വരും. ഇങ്ങനെ കട്ടിയായിട്ട് കിട്ടൂല. ഇത് ഏകദേശം വെണ്ണയായിട്ടുണ്ട്. അപ്പൊ വെണ്ണ ഇത് മുകളിൽ വന്നിങ്ങനെ നിൽക്കും. ഐസും ഇതിങ്ങനെ കറങ്ങി വരുമ്പോ വെണ്ണയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അത് മുകളിലായിട്ട് എടുക്കുക. മറ്റേത് മോരായിട്ടുള്ളത് ഈ ഭാഗത്തെ കൂടെ പൈപ്പിലൂടെ എടുക്കുക. അപ്പൊ ഇത് നിങ്ങള് മോര് വേറെ സെയിൽ ചെയ്യും, വെണ്ണ വേറെ സെയിൽ ചെയ്യും പ്രോസസിംഗിലേക്ക്. ഇനി വെണ്ണ ഇനി ഇത് ചെയ്യാൻ പോകുന്നത് അടുത്ത പ്രോസസിംഗ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയ്യാണല്ലോ അല്ലേ? വെണ്ണയല്ലല്ലോ നമുക്ക് ആവശ്യം. ഓക്കെ. അപ്പൊ ഇനി ഈ വെണ്ണേനെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? വീണ്ടും വെണ്ണ ഉരുക്കാൻ പോവാണ്. നേരത്തെ പാല് തിളപ്പിച്ച അതേ ഉരുളിയിൽ തന്നെ വെണ്ണ ഉരുക്കാൻ പോവാണ്. ഇത് വെണ്ണ ഉരുളിക്ക് ഇട്ടതിന് ശേഷം 2-3 മണിക്കൂർ ക്വാണ്ടിറ്റി അനുസരിച്ച്. ഇത് 100 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഉരുളിയാണ്. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റിനനുസരിച്ച് സമയം പിടിക്കും. അത് ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഇത് ഏകദേശം എത്ര സമയം എടുക്കാൻ സാധ്യത ഉണ്ട്? ഒരു 1-1.5-2 മണിക്കൂർ. ഈ 2 മണിക്കൂറും നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നിർത്താൻ പാടില്ല. അത്രയും നേരം നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയല്ല, നല്ലൊരു കഷ്ടപ്പാട് ഇതിന്റെ പുറകിലുണ്ടല്ലേ? തീർച്ചയായിട്ടും. അടുപ്പില് കത്തിക്കല്ലേ, വിറകടുപ്പ് ആയതുകൊണ്ട് തന്നെ അത്രയും സമയമുണ്ട്. ഈ ചൂടിന്റെ അടുത്ത് അത്ര നേരം നിൽക്കുകയും വേണം. ഇതിപ്പോ വെണ്ണ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉരുകി ഓരോ സ്റ്റേജ് അനുസരിച്ച് അതിന്റെ പ്രോസസ്സിങ് മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ വെണ്ണേന്റെ കളറ് മാറും. നമ്മൾ ആദ്യം കണ്ട കളറല്ല ഇപ്പൊ കാണുന്നത്. അതിങ്ങനെ തെളിഞ്ഞ് എണ്ണ പോലെ വരും. നല്ലെണ്ണേന്റെ ഒക്കെ ഒരു കളറ് ഈ നെയ്യാണ് ഇതിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അടിയിൽ കൽക്കം, ചണ്ടി എന്നൊക്കെ പറയും. ഈ നാട്ടില് കൽക്കം എന്ന് പറയും, ചിലർക്ക് അതിന്റെ ചണ്ടി എന്ന് പറയും. അത് വേസ്റ്റാണ്. അത് പിന്നെ അരിച്ചെടുക്കും വേണം. അത് ശരി. ഇത് ഊരി നിൽക്കുന്നത് നമുക്ക് ആവശ്യമില്ല, അത് വേസ്റ്റ് ആയിട്ട് പോകും. അത് നമ്മള് വെണ്ണ നെയ്യ് ആയതിനു ശേഷം തുണിയിലേക്ക് അരിച്ചെടുക്കും. ഈ നെയ്യ് എടുത്തതിന് ശേഷം പിന്നെ ഇനി ഇത് എത്ര സമയം വെക്കണം? നമ്മള് ഈ ചൂടോടുകൂടി തന്നെ എടുത്ത് വെക്കുകയാണ് ചെയ്യുക. ചൂടോടുകൂടി തന്നെ തുണിയിൽ അരിച്ചൊഴിക്കുക ചെയ്യാം. ഈ സമയത്താണ് വേസ്റ്റ് വേറെയും നെയ്യ് വേറെയായിട്ട് മാറ്റിയെടുക്കുന്നത് അല്ലേ? അങ്ങനെ നമ്മൾ ഇന്നലെ മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നെയ്യ് അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ? നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് അരിച്ചെടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇത് ചെയ്തെടുത്ത് ലാസ്റ്റ് ഒരു ലെവലിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ സ്മെല്ല്. എന്താ സ്മെല്ല്! ഇത് ശരി, പുറത്ത് വരെ ഇതിന്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇനി എന്താ ഇത് ചെയ്യാൻ പോകുന്നത്? ഇത് ബോട്ടിലേക്ക് ബോട്ടിലേക്ക്. ഇത് എത്ര ഗ്രാം ഒക്കെ നിങ്ങൾ എടുക്കുന്നത്? 1/2 ലിറ്റർ ആണ് മെയിൻ. പിന്നെ കൂടുതലും കൊടുക്കും. ഒരു 5 ലിറ്റർ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞാൽ
അങ്ങനെയും കൊടുക്കും. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന നെയ്യൊക്കെ കട്ടിയായിട്ടാണ് ഉണ്ടാവുക, ഒരു ലിക്വിഡ് ഫോമിലായിരിക്കില്ല. ഇവിടെ നമ്മൾ ഈ കാണുന്നതില് മേൽഭാഗത്ത് ഒരു ലിക്വിഡ് ഫോമിലുള്ളത്, താഴെയാണ് കട്ടിയായിട്ടുള്ളത്. അതെന്തുകൊണ്ട് ഇങ്ങനെ? അത് കട്ടിയായിട്ട് ഇങ്ങനെ വരുന്നോണ്ടിരിക്കണം. എങ്ങനെ? ഇത് തണുക്കണതിനനുസരിച്ച് ഇങ്ങനെ കട്ടിയാവും. ഓ, തണുത്ത് വരുന്നത്. ഇതിപ്പോ കുറച്ച് ചൂടുള്ളതുകൊണ്ടാണ് രണ്ട് രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നല്ലേ. തണുത്ത് വരുന്നതിനനുസരിച്ചിട്ട് അത് കട്ടിയായിട്ട്. ഇതിപ്പോ നമ്മൾ നിറച്ച ബോട്ടിലും അങ്ങനെയുള്ളത് അല്ലേ. ഇതിപ്പോ നമ്മളൊരു 100 ലിറ്റർ ഒക്കെ നമ്മൾ പ്രോസസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്രയാണ് വെണ്ണ കിട്ടുന്നത്, അതേപോലെ എത്ര നെയ്യ് കിട്ടുന്നത്? വെണ്ണ 100 ലിറ്റർ ഫാറ്റിനനുസരിച്ചാണ്, പാലിന്റെ ഫാറ്റിനനുസരിച്ച് വെണ്ണേന്റെ ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരും. 5 കിലോ മുതൽ 8 കിലോന്റെ ഉള്ളിൽ കിട്ടും. ഓ, അതിൽ നിന്ന് നെയ്യ് 7 വീണ്ടും ഒരു കിലോ വീണ്ടും കുറയും. വെണ്ണേന്ന് നെയ്യിലേക്ക് വരുന്ന സമയത്ത് അല്ലെ. അതായത് 100 ലിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയ്യായിട്ട് കിട്ടുന്നത് വെറും 7 കിലോ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് കൂടാതെ പിന്നെ നമുക്ക് എന്തെങ്കിലും നിന്ന് വരുന്നത് പുറത്ത് മോര്. ഇതും കൂടി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അല്ലെ. ഇത് രണ്ടും കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സിംഗ് നടക്കുമ്പോൾ കിട്ടുന്നത്. വെറുതെ ഒരു പാല് മാത്രം വിൽക്കുമ്പോൾ കിട്ടുന്നതും ഇതുമായിട്ട് വലിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ. ഇനി എനിക്കറിയേണ്ടത് എങ്ങനെ നിങ്ങൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്സപ്പ് വഴിയാണ്. വാട്സപ്പില് ഓർഡർ ചെയ്താല് നമ്മള് കൊറിയർ അയച്ചു കൊടുക്കണം. ഓക്കെ. കൂടുതൽ അതല്ലാതെ ഓൺലൈൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓൺലൈൻ ആയിട്ടില്ല. നമ്മള് അങ്ങനെ ആമസോൺ അങ്ങനെയൊന്നുമില്ല. നമ്മളതായിട്ടുള്ള ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ എത്തിച്ചു കൊടുക്കും. വാട്സ്ആപ്പ് നമ്പറാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ടോ? ചില ആളുകളൊക്കെ ഇതേപോലെ വിൽക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? എത്തിച്ചെടുക്കും. അത് എത്ര കിലോ ഒക്കെയാണ്? 5 കിലോന്റെ മേലക്ക് എടുക്കണം. 5 കിലോ മേലെയായിട്ട് ചെയ്തു കൊടുക്കും. ഇതിങ്ങനെ കാണുന്ന സമയത്ത് ചിലർക്കൊക്കെ ഇത് പഠിക്കണം, ഇത് ചെയ്യണം, സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നമ്മളിത് പഠിപ്പിച്ച് കൊടുക്കും. ഇത് നെയ്യ് മാത്രമല്ല, മിൽക്ക് പ്രൊഡക്റ്റുകളൊക്കെ വരുമല്ലോ അതിൽ. തൈരായിട്ടാണല്ലോ മോരായി. അപ്പൊ തൈരായിട്ട് സെയിൽ ചെയ്യാൻ അതിന്റെ കാര്യങ്ങൾ, മോരായിട്ട് ഇതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഓ, അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്? അതങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടാണോ? ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ പോയിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ അതിനുള്ള എല്ലാ ഇതും നമ്മൾ കൊണ്ടുപോയി പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ വ്യവസായ വകുപ്പിന്റെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ബന്ധപ്പെട്ടിട്ടും നമ്മൾ ചെയ്തു കൊടുക്കും. ഇത്രത്തോളം വ്യവസായ വകുപ്പിൽ അതിന്റെ പിന്നെ ഇപ്പോൾ ഓരോ പ്രൊജക്റ്റുകൾ ഉണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് പലർക്കും അറിയില്ല. ഒരുപാട് ഫണ്ടുകളുണ്ട്. പക്ഷെ ആരും കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും ഒക്കെ ഫണ്ടുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇത്രയാണ് അപ്പു ഫാം ഫ്രഷിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് അല്ലേ. സാധാരണ രീതിയിൽ നമ്മൾ പാല് കൊണ്ടുവന്ന് പാല് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വിൽക്കുക, അതിന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ഇതുവരെ കണ്ടതും നമ്മൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പം ഷഹല നമ്മളെ മുമ്പിലേക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇച്ചിരി പ്യൂർ ആയിട്ടുള്ള നെയ്യ് ആവശ്യമുണ്ടോ? ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൈകളിലേക്ക് ഇത് കൊറിയർ ചെയ്യാനുള്ള സാധ്യതകളും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.